വിവാഹമല്ല ഒന്നിന്റെയും അവസാനമെന്ന് നടി മഞ്ജു വാര്യർ ഒരു പൊതുപരിപാടി ചടങ്ങിൽ വെച്ച് ഇതിനോടകം ചർച്ചയാക്കിയിട്ടുണ്ട്. തന്റെ അമ്മയെക്കുറിച്ചും മഞ്ജു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അച്ഛനെയും അമ്മയെയും എപ്പോഴും ഒരുമിച്ചേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. അച്ഛന്റെ മരണശേഷം അമ്മയെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാനും ചേട്ടനും പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾക്കൊരു ഭാരമാകുമെന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മ പണ്ട് ചെയ്യാറുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുകയായിരുന്നു. നൃത്തവും പാട്ടും പഠിപ്പിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിനൊക്കെ അമ്മ തന്നെ മുൻകൈയെടുത്ത് ക്ലാസുകൾ കണ്ടുപിടിച്ച് സ്വയം അതിന് പോയി പഠിച്ചു ചേർന്നു. പണ്ട് അമ്മ എഴുത്തുമായി കേട്ടിട്ടുണ്ട്. ചെറിയ കുറിപ്പുകൾ അമ്മ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു. ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മിയെ പോലും പ്രസിദ്ധീകരിക്കുന്ന തരത്തിൽ അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി. അമ്മ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തും. സുഹൃത്ത് സംഘടനകളുമായി അവർക്കൊപ്പം യാത്രകൾ ചെയ്യുന്നു. വിവാഹമെന്ത് ഒന്നിന്റെയും അവസാന വാക്കുകളല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇനിയുമുണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കാൻ നമുക്കെല്ലാം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടി വരണം എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. 19 വയസ്സിലാണ് മഞ്ജു വാര്യർ വിവാഹിതയാകുന്നത്. സിനിമാ രംഗത്ത് വന്നിട്ട് അന്ന് വെറും 3 വർഷം മാത്രം. വിവാഹശേഷം മഞ്ജു ദിലീപിന്റെയും വീട്ടിലൊതുങ്ങി. അഭിനയരംഗം പൂർണ്ണമായും വിട്ടു. സിനിമാ രംഗത്തോ നൃത്തവേദികളിലോ മഞ്ജുവിനെ കണ്ടില്ല. ദിലീപുമായി അകന്ന നാളുകളാണ് നൃത്തവേദികളിൽ മഞ്ജു വീണ്ടും എത്തിയത്. ദിലീപുമായി അസ്വരാസ്യ കാര്യങ്ങൾ മൂലം കാലം മഞ്ജുവിനെയും സംബന്ധിച്ച് പല തിരിച്ചറിവുകളും നടത്തിയ കാലമാണിത്. വിവാഹശേഷം എല്ലാവിധ സുഖ സൗകര്യങ്ങളുമാണ് മഞ്ജു ദിലീപിനൊപ്പം കഴിഞ്ഞത്. എന്നാൽ ചില കാര്യങ്ങൾ വന്നതോടെ കാര്യങ്ങളെല്ലാം തന്നെ മാറി. ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ഇറങ്ങുന്നതിന് മുൻപത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങും ചേച്ചി, പോകാൻ കാറില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് മഞ്ജു. കാശില്ലാത്തത് കൊണ്ട് തനിക്ക് ഡാൻസ് ചെയ്തേ പറ്റൂ എന്ന് മഞ്ജു തന്നോട് പറഞ്ഞിരുന്നു എന്നും അന്ന് ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.